നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, ദിസ് ഇസ് SK. വെൽക്കം ടു ഫുട്ബോൾ ഈസ് ലൈഫ്. സ്കൗട്ട് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസ് ലുക്കിംഗ് അറ്റ് ടാലന്റഡ് പൊട്ടൻഷ്യൽ യങ്സ്റ്റേഴ്സ് ആൻഡ് അവരുടെ ഒരു അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീഡിയോ ഇറക്കുകയാണ്. സോ ഡു ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി പ്ലേയേഴ്സ്. 23 വയസ്സിനുള്ളിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം പ്രിഫറബിളി, എന്നാലേ അവരെ കൊണ്ട് സ്കൗട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് ദുസാൻ വ്ലാഹോവിച്ച്. ഹീസ് എ 21-year-old. ഫിയോറന്റീന ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. സിരിയ ആയിൽ ഹീസ് എ സെർബിയൻ പ്രൊഫഷണൽ, ഒരു ലെഫ്റ്റ് ഫുട്ടഡ്, 6 അടി 3 ഇഞ്ച്, അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു പ്ലെയർ ആണ്. ഈ പ്ലെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ കീപ് വാച്ച് ഓഫ് ഇറ്റ്. ദിസ് ഇസ് ഓവറോൾ സ്റ്റാറ്റ്സ് കമ്പാരിറ്റീവ്ലി. ആൻഡ് നമുക്ക് ആദ്യം സ്ട്രെങ്സിനെ കുറിച്ച് സംസാരിക്കാം. എവിടെയാണ് ദുസാൻ ഈസ് ഡൂയിങ് വെൽ ആൻഡ് അതിനെക്കുറിച്ച് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഞാനതുകൊണ്ട് വീക്ക്നെസ് എന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ 21 വയസ്സ് പയ്യനല്ലേ ഉള്ളൂ. അവിടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റേ ഉള്ളൂ. വീക്ക്നെസ് ആണെങ്കിലും തന്നെ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു 31-32 വയസ്സ് സ്ട്രൈക്കർ ആണെന്നുണ്ടെങ്കിൽ അത് വീക്ക്നെസ് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഫോർ എ 21-year-old that is areas of improvement. So let's look at some of his statistics compared to other striker. Overall statistics, his non-penalty goals, non-penalty XG, shots, എല്ലാം specifically attacking stats എടുത്തു നോക്കിക്കഴിഞ്ഞാൽ it looks pretty healthy compared to the other strikers. So that's one of the main keys of this particular guy. ഒരു പ്രൊളിഫിക് സ്ട്രൈക്കർ ആണ്. ഇപ്പോഴത്തെ ഈ സീസണിലെ കരിയർ സ്റ്റാറ്റ്സ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഫിയോറന്റീനയ്ക്ക് വേണ്ടി ഓൾറെഡി 15 ഗോൾ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിസ് പെർ 90 ഗോൾ കോൺട്രിബ്യൂഷൻ ഈസ് 0.89 which is exceptionally high. രസകരമായ ഒരു കാര്യം, ഫിയോറന്റീനയ്ക്ക് വേണ്ടി 15 ഗോൾ അടിച്ചെങ്കിലും മൊത്തത്തിൽ ഫിയോറന്റീന ഈ സീസണിൽ അടിച്ചിരിക്കുന്നത് 31 ഗോളാണ്. അപ്പൊ അതിൽ പകുതിയോളം ഗോൾ അടിച്ചിരിക്കുന്നത് ഈ ഒരു സ്ട്രൈക്കർ തന്നെയാണ്. അതിന്റെ തൊട്ടു പുറകിൽ പിന്നീട് അടിച്ചിരിക്കുന്ന എല്ലാവരും ഒരു 3-4 പ്ലേയേഴ്സ് 2 ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. സോ ഈ ഒരു ടീമിന് വേണ്ടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലെയർ ആണ് വ്ലാഹോവിച്ച് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റാറ്റ്സിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. Now, let's start comparing him with a little prolific scorers at the moment in other particular clubs. And I want to start with comparing him with Karim Benzema. Now, Benzema is one of the elite strikers. Comparison അല്ല, of course അതിനകത്ത് areas of improvement ഉണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ in terms of goals per 90, expected goals per 90, shots per 90, he is at par with one of the best in the world. Where Karim Benzema shines more, ഒരു area of improvement for Vlahovic is the creativity side, and Karim Benzema adds more in terms of key passes, assists and build up, which Vlahovic in coming days I'm sure will develop. നേരെ മറിച്ച് വേറൊരു യങ് സ്ട്രൈക്കറിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ this is Sheikh, and look at the difference. ഷീക്കിന്റെ ഈ സീസൺ ഹാസ് ബീൻ എക്സെപ്ഷണൽ, 1.38 ഗോൾസ് പെർ 90. പക്ഷെ എന്നാൽ തന്നെയും ലുക്ക് അറ്റ് ദി അറ്റാക്കിംഗ് ത്രെറ്റ്. ആ ഒരു അറ്റാക്കിംഗ് ത്രെറ്റിൽ ഹി ഈസ് മെയിൻറ്റെയിനിങ് ദാറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഷീക്ക്. ഈവൻ അവിടെ കീഷ് പാസസിൽ പോലും ഷീക്കിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് ബിൽഡപ്പിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ദുസാൻ വ്ലാഹോവിച്ച് ഇൻ ടേംസ് ഓഫ് കമ്പാരിസൺ. ആൻഡ് ഫൈനലി ലുക്ക് അറ്റ് ഹിസ് ഓവറോൾ XG സ്റ്റാറ്റ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഓൾറൗണ്ട് പ്ലെയർ. അഫ്കോഴ്സ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഒരുപാട് കാഴ്ചവെക്കാനുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഒരു ഗുഡ് പ്രൊലിഫിക് ഗോൾ സ്കോറർ. ഒരു ടീമിന് എന്താണോ ഒരു ഗോൾ സ്കോററിന് ആവശ്യം, ആ ഗോൾ സ്കോറർ തരുന്ന ഒരു കാര്യം തന്നെയാണ് ദുസാൻ വ്ലാഹോവിച്ച്. ആൻഡ് ലാസ്റ്റ് സീസണിലെ പുള്ളിക്കാരന്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ലുക്ക് അറ്റ് വെയർ ഹി ഈസ് പ്രിഡോമിനന്റ്. ഞാനൊരു ലെഫ്റ്റ് ഫുട്ടഡ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ പിച്ച് ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ബോൾ കളക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഡ്രിബിൾ ചെയ്യുക, അല്ലെങ്കിൽ വൺ ടച്ച് പാസിലേക്ക് ഉള്ളിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. നോട്ട് എ വെരി സ്ട്രോങ് കോൺട്രിബ്യൂട്ടർ ഇൻ ടേംസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ബോൾ കാലിൽ കെട്ടി കഴിഞ്ഞാൽ ഐ ഫോർ എ ഗോൾ എടുക്കുക, ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ഹിസ് വ്ലാഹോവിച്ച് ഡുവൽസ് പെർ 90, ആൻഡ് ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്. ഇതിനകത്ത് പുള്ളിക്കാരൻ ഡുവൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒഫൻസീവ് ഡുവൽസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ദ വിൻസ്, അതായത് എത്ര പെർസെന്റേജ് വിൻ ചെയ്യണോ എന്നുള്ളത് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ടു അതർ പ്ലേയേഴ്സ് ഇൻ സിരിയ ആ ഇൻ ദിസ് പെർട്ടിക്കുലർ സീസൺ. സോ ഒരുപാട് ഡുവൽസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹിസ് പെർസെന്റേജ് ഓഫ് വിന്നിംഗ് ഇസ് നോട്ട് ഹൈ. സോ നമുക്ക് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റിലേക്ക് വരാം. വൺ, ഈ ഡിഫൻസീവ് ഡുവൽസിൽ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഒരുപാട് കൂട്ടാനുണ്ട്. അതിനകത്ത് നമ്മൾ പുള്ളിക്കാരൻ ഡുവൽസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെയും അത് വിൻ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം പുള്ളിക്കാരൻ കൂടുതൽ നടത്തണം. രണ്ടാമത്തെ കാര്യം ഡിഫൻസീവ് ആക്ഷൻസ്. ഡിഫൻസീവ് ആക്ഷൻ ആസ് എ സ്ട്രൈക്കർ ഇസ് വെരി വെരി ലെസ്. ഒരു പക്ഷേ ഫിയോറന്റീന ഡസൻ വാണ്ട് ഹിം ടു ട്രാക്ക് ബാക്ക്, ഒരു ലോൺ സ്ട്രൈക്കർ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 5-4-1 ഡിഫൻസീവ് ഫോർമേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. They don't want Vlahovic to track back, അല്ലെങ്കിൽ ഒരു പക്ഷേ തന്റെ എൻറ്റയർ എനർജി വെറും സ്ട്രൈക്കിങ്ങിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും വ്ലാഹോവിച്ച്. എന്നാൽ തന്നെയും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. ആൻഡ് ഞാൻ നേരത്തെ കരീം ബെൻസിമയായിട്ടുള്ള സ്റ്റാറ്റ്സിനെ ഞാൻ കമ്പയർ ചെയ്തു. ഒരുപാട് ക്രിയേറ്റിവിറ്റിയിലും കൂടെ ഇൻവോൾവ് ആണ്. 21 വയസ്സുള്ള ഒരു പയ്യനാണ്.
അപ്പൊ എന്തുന്നാലും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇൻവോൾവ് ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഡിഫൻസിലും പുള്ളിക്കാരൻ ഒരുപാട് ഇൻവോൾവ് ആവാം. അഫ്കോഴ്സ് ആസ് യു ഏജ് അപ്പ് ഒരു പക്ഷേ ഡിഫൻസീവിൽ അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ചെറിയ യങ്സ്റ്റർ എന്ന നിലയിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കോൺട്രിബ്യൂട്ട് എ ലോട്ട് ഇൻ ടേംസ് ഓഫ് ഡിഫൻസ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്രിയേറ്റീവ് ബിൽഡപ്പ്. ഒരു ഗുഡ് ഓൾറൗണ്ട് സ്ട്രൈക്കർ, ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി സംബഡി to watch out for in the near future. Do let me know your thoughts and comments of Dusan Vlahovic. നിങ്ങൾ കളി കാണുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ let me know your thoughts. ഇനി ഏതൊക്കെ പ്ലേയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കൗട്ട് റിപ്പോർട്ടിൽ കാണണം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ദിസ് ഇസ് SK. മറക്കണ്ട, ഫുട്ബോൾ ഇസ് ലൈഫ്.